നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്റെ മോളുടെ ജീവന് വില പറഞ്ഞല്ലേ? നിനക്ക് കാശിന്റെ ഹുങ്കാണ്. എന്നെങ്കിലും കാശും പദവിയൊക്കെ നഷ്ടപ്പെട്ട് നീ നടു റോഡിലെത്തും. എന്റെ മോൾ ഒരുപാട് വേദന അനുഭവിച്ചാ മരിച്ചത്. അവളെ നൊന്ന് പ്രസവിച്ച അമ്മയാ പറയുന്നത്. നീ നരകിച്ചേ ചാവും. മാധവ് സാറിന്റെ മോൾ ഞങ്ങളെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേച്ചി ഇതാ പറയുന്നത് കളമറിഞ്ഞ് കളിക്കണമെന്ന്. നിന്റെ തൊപ്പി എനിക്ക് തെറിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. നീ ഈ യൂണിഫോമിൽ തന്നെ അപമാനിക്കപ്പെടണം. ഇപ്പൊ നീ കാരണം നിന്റെ അച്ഛനും ചീത്തപ്പേരായല്ലോ മഞ്ജു. ഇനി മേലാൽ എന്റെ അച്ഛനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുത്. നീ എന്താ പറഞ്ഞത്? നീ എന്റെ ജോലി കളയുന്നോ? ഈ യൂണിഫോം എന്റെ ദേഹത്ത് കിടക്കുന്നത് കൊണ്ട് മാത്രം നിന്നെ ഞാനിപ്പോ കൊല്ലാത്തത്. ഈ ജോലി ചെയ്യുമ്പോ എനിക്ക് നിയമത്തെ ബഹുമാനിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊന്ന നിന്നെ ഞാനങ്ങ് പച്ചയ്ക്ക് കത്തിച്ചേനെ. മേലാൽ ഈ സ്റ്റേഷനിൽ കയറി നീ ഷോ കാണിക്കാൻ വന്ന നീ ജീവനോടെ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. സ്റ്റേഷന്റെ അകത്ത് വെച്ചേ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ നിന്റെ പേരിലെ കേസെടുക്കും. അതിനെന്ത് തെളിവാടോ ഉള്ളത്? CCTV ഉണ്ടല്ലോ. CCTV ഓഫാണ് സാറേ. സാക്ഷികളുണ്ടല്ലോ. അതിന് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല സാറേ. ഇവളുടെ താളത്തോടത്ത് നിങ്ങൾ എല്ലാവരും തുള്ളിക്കോ. ഗോപാൽജി കാര്യത്തിനൊക്കെ പ്രതികരിക്കാൻ തീരുമാനിച്ചാലേ എല്ലാവരും അനുഭവിക്കും. എനിക്ക് ഒരാളെയും പേടിയില്ല. ഈ സ്റ്റേഷനില് സാർ ഇനി അയാൾക്ക് വേണ്ടി കുരയ്ക്കാൻ ഇറങ്ങി അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്നതേ സാറിന്റെ കഴുത്തിനായിരിക്കും. അതെ, കുറച്ച് ബലം പിടിച്ചെങ്കിലും കിട്ടാനുള്ളത് കിട്ടിയപ്പോ അമരെല്ലാ കടലാസിലും ഒപ്പുവെച്ചുണ്ടോ. ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇനിയിപ്പോ ഒരു തടസ്സമില്ലാതെ പ്രോജക്റ്റ് തുടങ്ങാം. ഗിരി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കണ്ടില്ലേ? കണ്ടു. വെറുതെ കണ്ടു തന്നാ മാത്രം പോരാ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണം. എന്താ ഗിരി, നിനക്കൊരു സന്തോഷമില്ലാത്തെ? ഒന്നുമില്ല ഗോപാൽജി. അത് വെറുതെ. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. നിന്റെ മുഖമൊന്നും മാറി എനിക്ക് മനസ്സിലാവും. എന്താ പ്രശ്നം എന്ന് പറ. നീ അകത്തുവോ? ആ, ഇനി പറ, എന്താ വിഷയം? അത് എനിക്ക് മാധവന്റെ കാര്യത്തിൽ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് ഗോപാൽജി. എന്താ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് മഞ്ജുവിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. മഹിമയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം മാധവനുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് അവള് വിഷമിക്കുമ്പോ ഞാൻ സ്വയം പഴിക്കുകയായിരുന്നു. അവർക്ക് ആ നഷ്ടം സംഭവിക്കാൻ ഞാനും ഒരു തരത്തിൽ കാരണക്കാരനല്ലേ? അവളുടെ അച്ഛന്റെ കൊലപാതകം മറയ്ക്കാൻ കൂട്ടുനിന്ന ആളുടെ കുഞ്ഞിനെയാണ് അവൾ ചുമക്കുന്നതെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മോനെ, നിനക്ക് ഒരു തരത്തിലും കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. മാധവനെ കൊന്നത് നീയല്ല, ഞാനാ. എന്റെ ശങ്കരനെ കൊന്ന ആ നായെ കയ്യിൽ കിട്ടിയപ്പോ അപ്പോഴത്തെ ദേഷ്യത്തിന് എനിക്കൊരു കയ്യബദ്ധം പറ്റി. പക്ഷെ അന്നും
എനിക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അതൊരു ആക്സിഡന്റായി എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നത്. എന്നിട്ടിപ്പോ നിനക്ക് തന്നെ ഒരു മനമാറ്റം സംഭവിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിനെ വിളിക്കാം. കുറ്റസമ്മതം നടത്തി ജയിലിലേക്ക് പോവാം. കട്ടിയ ഗോപാൽജി എന്തായി ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം നിന്റെ ജീവിതം നശിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ ജയിലിൽ പോകണം. അതിന് ഞാൻ തയ്യാറാ. നീ ഫോടുങ്ങ. വേണ്ട ഗോപാൽജി, നിർത്ത്. ഞാൻ എന്റെ വിഷമം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. ഗോപാൽജിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ദേവി ഇത് ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അപ്പോ മഞ്ജുവായിട്ടുള്ള നിനക്കുള്ള പ്രശ്നങ്ങളോ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാം. ഗോപാൽജി എടുത്തു ചാടി ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തരണം. എന്നാ ഞാൻ പോട്ടെ ഗോപാൽജി. ശരി മോനെ. ഇവനെ തലയെ കയറ്റി വെച്ച അച്ഛന് മതിയായില്ലേ? എന്റെ മോള് ഇന്ന് പതിവിലും കൂടുതൽ ദേഷ്യത്തിലാണല്ലോ. എന്താ കാര്യം? ദാ ഇത് കണ്ടോ? അച്ഛനിത് നോക്കേ. ആരാ ഇത് ചെയ്തേ? മഞ്ജു. അവൾക്ക് ഞാൻ സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടില്ല. എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാ അവള് ശ്രമിച്ചത്. ഏയ്, അങ്ങനെയൊന്നും അവള് ചെയ്യില്ല. അച്ഛൻ എന്താ ഇത്ര ഉറപ്പ്? വേറെ ആരെങ്കിലും ആണ് എന്നോട് ഇത് ചെയ്തെങ്കിൽ അച്ഛൻ അയാളെ കൊന്നിട്ട് എന്റെ മുഖത്ത് നോക്കൂ. മഞ്ജുവിന്റെ കാര്യത്തിൽ എന്താ ഇത്ര മടി? ഗിരിയെ പേടിച്ചിട്ടല്ലേ? അതെ, അവനെ പേടിച്ചിട്ട് തന്നെയാ. മോളെ, അച്ഛൻ ഇന്ന് ഈ നിലയിലെത്തിയത് നിൽക്കേണ്ടടുത്ത് നിൽക്കാനും ഓടേണ്ടടുത്ത് ഓടാനും അറിയാവുന്നതുകൊണ്ടാ. ആവേശത്തിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നത് ധൈര്യത്തിന്റെ ലക്ഷണമല്ല, മണ്ടത്തരത്തിന്റെ ലക്ഷണമാണ്. നീ കുറച്ച് ക്ഷമ കാണിക്ക്. സമയമാവുമ്പോ നമുക്ക് അവളോട് പ്രതികാരം ചെയ്യാം. അച്ഛൻ ഇങ്ങനെ സമയവും കാത്തു നിന്നു. ഗിരിയും മഞ്ജുവും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുന്തോറും ശക്തമായിക്കൊണ്ടിരിക്കുക. ഗിരി എന്തിനും കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യം മഞ്ജുവിന്. ഇന്ന് എന്റെ കഴുത്തിന് പിടിച്ച അവള് നാളെ അച്ഛന്റെ കോളറിൽ പിടിക്കാനും മടിക്കില്ല.